നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത്. യൂട്യൂബ് ചാനലുകളിൽ കുടുംബത്തിലെ 6 പേരും സജീവമാണ്. കൃഷ്ണകുമാറിന്റെ 4 മക്കൾക്കും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടേതായ കരിയറും വരുമാന മാർഗവും ഉണ്ടാക്കാനായിട്ടുണ്ട്. സിന്ധുവും മക്കൾ അഹാനയും, ദിയ കൃഷ്ണയും, ഇഷാനി കൃഷ്ണയും, ഹൻസിക കൃഷ്ണയും എല്ലാം യൂട്യൂബ് ചാനലുകളിലൂടെ തങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട്. സ്വന്തം വീട്ടിലേതെന്നതുപോലെ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നടക്കുന്നതെല്ലാം ആളുകൾക്ക് അറിയുകയും ചെയ്യാം. മക്കളിൽ അഹാന മാത്രമാണ് സിനിമ കരിയറായി തെരഞ്ഞെടുത്തത്. കോളേജിൽ പഠിക്കുകയാണെങ്കിലും സിനിമയിൽ അഹാനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച് ഹൻസിക ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അഹാന കൃഷ്ണ ഇന്ന് മലയാളം സോഷ്യൽ മീഡിയ രംഗത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ ഒരാളാണ്. ഒരു നടി കൂടിയാണെങ്കിലും വളരെ ഭംഗിയായി ചിത്രീകരിച്ച തന്റെ ബ്ലോഗുകളും റീലുകളുമാണ് നടൻ കൃഷ്ണകുമാറിന്റെ മൂത്ത മകളായ താരത്തെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രശസ്തയാക്കിയത്. അടുത്തിടെ തന്റെ 30ാം പിറന്നാളിന് ആഡംബരക്കാർ സ്വന്തമാക്കി അഹാന വാർത്തകൾ നിറഞ്ഞിരുന്നു. അഹാനയുടെ വാർത്തകൾ വരുമ്പോഴെല്ലാം തന്നെ, അല്ലെങ്കിൽ അഹാനയുടെ വീഡിയോ വരുമ്പോഴെല്ലാം തന്നെ ചോദിക്കാറുള്ളൊരു ചോദ്യം എന്നാണ് വിവാഹം എന്നാണ്. മാത്രമല്ല, ഛായാഗ്രഹനായ നിമിഷ് രവിയുമായിട്ടുള്ള പ്രണയം ഇതുവരെയും പരസ്യമാക്കിയിട്ടില്ല അഹാന. അതൊരു പരസ്യമായ രഹസ്യമായി തുടരുകയാണ്. അപ്പോൾ ഇവരുടെ വിവാഹം എന്നും ഉണ്ടാകും എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ പലപ്പോഴായി ഉയരാറുണ്ട്. ഇപ്പോഴിതാ അതിനുള്ള ഉത്തരം നൽകുകയാണ് നടൻ കൃഷ്ണകുമാർ. നടൻ കൃഷ്ണകുമാറും ഭാര്യയും 4 മക്കളും സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ്. ഇവരുടെ വിശേഷങ്ങളും വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലാകാറുള്ളത്. ആരാധകർ ആഘോഷമാക്കിയ ഒരു വിവാഹം തന്നെയായിരുന്നു കൃഷ്ണകുമാറിന്റെ 2ാമത്തെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹം. മൂത്ത മകളായ അഹാനയുടെ വിവാഹം എപ്പോഴാണ് എന്നാണ് ആരാധകർക്ക് അറിയേണ്ടിരുന്നത്. അതിനുള്ള മറുപടിയാണ് കൃഷ്ണകുമാർ ഇത്തവണ നൽകിയത്. ആർക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നു അവർക്ക് കല്യാണം കഴിക്കാം. ആരെ വേണമോ കല്യാണം കഴിക്കാം. അതിലൊന്നും എനിക്ക് വിയോജിപ്പില്ല. വേറെ ആരൊക്കെയോ ആയിട്ട് പ്രേമം ഉണ്ടായിരുന്നു എന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഇന്ന ആളെ കല്യാണം കഴിക്കണമെന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് പറയുന്നു, ഞാൻ ഓക്കെ പറയുന്നു. എനിക്ക് ചെറിയ കല്യാണം മതി, 100 പേരെ വിളിക്കുന്നുള്ളൂ അച്ഛൻ 5 പേരെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ എന്നായി. അത് കഴിഞ്ഞ് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് അച്ഛനും അമ്മയും ഒന്നും ചിലവാക്കേണ്ട, ഞങ്ങൾ ചിലവാക്കാം എന്നാണ് ദിയ പറഞ്ഞിരുന്നത്. അങ്ങനെ അത്തരത്തിൽ ദിയയുടെ വിവാഹത്തിന് ശേഷം അഹാന കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിക്കാൻ പോകുന്നു എന്നാണ് അഹാന പറഞ്ഞത്. അപ്പോൾ ഞാനൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞു, മറ്റേ കാര്യം ഓർമ്മയുണ്ടല്ലോ എന്ന്. ചിലവ് സ്വയം എടുക്കണമെന്ന് പറഞ്ഞ് തമാശ രൂപേണ പറഞ്ഞെന്നും കൃഷ്ണകുമാർ പറയുന്നു. അതേസമയം എൻ്റെ അച്ഛനായിരുന്നു വീട്ടിലെ മൂത്തയാൾ. പക്ഷേ ഏറ്റവും ഒടുവിലായിരുന്നു അച്ഛൻ്റെ കല്യാണം. ചേട്ടനേക്കാൾ മുൻപേ കല്യാണം കഴിച്ചത് ഞാനാണ്. 36ാം വയസ്സിലായിരുന്നു പുള്ളിയുടെ കല്യാണം. ഞാൻ അതിനും 10 വർഷം മുന്നേ കല്യാണം കഴിച്ചു. ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചു. അഹാനയ്ക്ക് മുന്നേ ഓസി കല്യാണം കഴിച്ചു. എന്നെ സംബന്ധിച്ച് അതൊരു സ്വാഭാവിക സംഭവമായിരുന്നു. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും കല്യാണം കഴിക്കാം, ആരെ വേണമെങ്കിലും കഴിക്കാം. അതിലൊന്നും എനിക്കൊരു വിയോജിപ്പില്ല. ദിയയ്ക്ക് വേറെ ആരോ ആയിട്ട് പ്രണയമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയായി ഞാനും അത് കണ്ടിരുന്നു. ഇന്ന ആളെ കല്യാണം കഴിക്കണമെന്ന് എന്നോട് ഒരു ദിവസം പറയുകയായിരുന്നു. അച്ഛാ, എനിക്ക് ചെറിയ കല്യാണം മതി, 100 പേരെ വിളിക്കുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ 5 പേരെ വിളിച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. അച്ഛനും അമ്മയും ഒന്നും ചിലവാക്കേണ്ട, ഞാൻ എല്ലാം നോക്കിക്കോളാം എന്നാണ് ദിയ അന്ന് പറഞ്ഞത്. അതാണ് എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചത്. കേട്ടല്ലോ, ഇങ്ങനെ വേണം നിങ്ങളും ചെയ്യാൻ എന്നായിരുന്നു ഞാൻ എല്ലാവരോടുമായി അന്ന് പറഞ്ഞത്. എല്ലാവരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇക്കാര്യം നിങ്ങൾ നിർബന്ധമായും കേട്ടിരിക്കണമെന്ന് പറഞ്ഞിരുന്നു അവരോട്. കല്യാണം നടക്കണം. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എല്ലാവരെയും അറിയിക്കാൻ എളുപ്പമാണല്ലോ. 5 പേരെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചേട്ടനും ഭാര്യയും മകളും പിന്നെ 2 സുഹൃത്തുക്കളും, അതോടെ 5 പേർ തീരും. അതാണ് കല്യാണം കഴിഞ്ഞ് വലിയ പരാതി വന്നത്. സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും ആളുകൾ, ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരുമായ സൗഹൃദത്തിലാണ് ഞാൻ. തിരുവനന്തപുരത്തെ വലിയ കുടുംബമാണ് ഞങ്ങളുടേത്. കോവിഡ് കാലത്ത് 25 പേരെ വിവാഹത്തിന് പങ്കെടുക്കാവൂ എന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. അതിൽ പെടലേ എന്ന് ആളുകൾ പ്രാർത്ഥിച്ച സമയമുണ്ടായിരുന്നു. ദിയയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ കൃഷ്ണകുമാറെ നമ്മളോടൊക്കെ ഒരു വാക്ക് പറയാമായിരുന്നു കേട്ടോ എന്ന് പരാതി പറഞ്ഞവരുണ്ടായിരുന്നു. കോവിഡ് കാലത്ത് കല്യാണങ്ങൾക്ക് വിളിച്ചവരൊക്കെ വിളിക്കല്ലേ എന്ന് പറഞ്ഞു. അതിൽ നിന്നും പഠിച്ചവരാണ് ഞങ്ങൾ. 1 രൂപ കടമില്ലാതെ അത്യാവശ്യം നന്നായി തന്നെ കല്യാണം നടത്തി. മക്കളുടെ കല്യാണം നടത്തി ബുദ്ധിമുട്ടിലായവരുണ്ട്. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? പണമില്ലെങ്കിൽ ചുരുങ്ങിയ രീതിയിൽ നടത്തുക. പണമില്ലെങ്കിൽ ഇല്ലെന്ന് പറയാൻ എന്തിനാണ് മടിക്കുന്നത് എന്നുമായിരുന്നു കൃഷ്ണകുമാർ ചോദിച്ചത്. മക്കൾ ഓരോരുത്തരും കല്യാണം കഴിക്കാൻ പോകുന്നത് ആരാണെന്ന് എനിക്ക് അറിയാം, അവർക്കും അറിയാം. വളരെ ഈസി ആയില്ലേ? എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇപ്പോഴേ എനിക്ക് ഇവരോടൊക്കെ പറയാം. അശ്വിൻ അത് ചെയ്തേക്കണേ, അർജുൻ അങ്ങനെയാണേ, നിമിഷ് ഇങ്ങനെയാണ് എന്നൊക്കെ. നിമിഷിന്റെ അച്ഛൻ രവിയും ഞാനുമായിട്ട് 33 കൊല്ലം മുമ്പുള്ള പരിചയമാണ്. പുള്ളി സിനിമയിലെ പ്രൊഡ്യൂസറായിരുന്നു. അഹാനയും നിമിഷുമൊക്കെ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴാണ് നിമിഷിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അസാധാരണമായ വളർച്ചയാണ് നിമിഷിനുണ്ടായത്. നിമിഷിന്റെ അച്ഛൻ കുറേ മോഹങ്ങളുണ്ട്. പുള്ളി സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത മനുഷ്യനാണ്, പൈസ പോയ മനുഷ്യനാണ്. ആ മനുഷ്യന് അന്നെടുത്ത പ്രതിസന്ധിക്ക് ദൈവം കൊടുക്കുന്ന സക്സസ് മക്കളിലൂടെ ആയിരിക്കും. എക്സലന്റ് സക്സസ് കൊടുത്തിരിക്കുന്നു. ഞാൻ വളരെ പരിമിതമായിട്ടാണ് നിമിഷുമായിട്ട് ഇടപെട്ടിട്ടുള്ളത്. വെരി ഹംബിൾ, സിമ്പിൾ വ്യക്തിയാണ്. അച്ഛനമ്മമാരുടെ ക്വാളിറ്റി ആയിരിക്കും അത് എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. ആദ്യം സിനിമയിൽ വന്നത് അഹാന തന്നെയാണ്. ഇവർക്കൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട്. എങ്കിലും ഈ പൊട്ടൻഷ്യൽ ടാലന്റും അനുസരിച്ചുള്ള സിനിമകൾ വന്നില്ല.
ഒരു സൈഡിൽ അപ്പുറത്ത് ഞാൻ സിനിമയിലെ വലിയ ആഗ്രഹങ്ങളായിട്ട് വന്നതാണ്. എല്ലാവരും ആഗ്രഹങ്ങളായിട്ട് വരുന്നതായിരിക്കും. കുറെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു കൃഷ്ണകുമാർ വലുതായൊന്നും ആയില്ല, പക്ഷേ കൃഷ്ണകുമാറിന്റെ മക്കളെങ്കിലും ആയാൽ മതി എന്ന് കുറച്ച് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അതിലങ്ങ് നേരത്തെ സമാധാനം കണ്ടെത്തി. അഹാനയ്ക്ക് വലിയൊരു അവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഇഷാൻ നാച്ചുറൽ ആക്ടറാണ്. ഇപ്പോൾ 2 സിനിമയിൽ അഭിനയിച്ചു. ഈ 2ലും വളരെ പരിമിതമായ ക്യാരക്ടറാണ്. അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഉള്ള സാധ്യത ഒന്നുമില്ലായിരുന്നു. ഇഷാനെ സ്ക്രീനിൽ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ്. പക്ഷേ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിപ്പയർഡ്നെസ്സും അവസരവും വരുമ്പോഴാണ് ഗുഡ് ലക്ക് ഉണ്ടാകുന്നത്. അത് സംഭവിക്കും. അഹാന വേറൊരു തരത്തിലാണ് പോകുന്നത്, കൃഷ്ണകുമാർ പറഞ്ഞു. അതേസമയം പ്രണയത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് പങ്കുവെച്ച് അഹാനയും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. സ്വാർത്ഥതയും അനാദരവും സ്നേഹബന്ധത്തിന് തടസ്സമാണെന്ന് അഹാന പറയുന്നു. റായൻ മിഥുനുമായുള്ള അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത്. പ്രണയത്തെക്കുറിച്ചുള്ള എന്റെ സങ്കല്പം മനോഹരമായ സൗഹൃദമാണ്. ബഹുമാനവും നിസ്വാർത്ഥതയും വേണം. പ്രണയം സെൽഫ്ലെസ് ആയിരിക്കണം. അതാണ് ആളുകളെ ശരിക്കും അടുപ്പിക്കുന്നത്. ഒരാളെ ശരിക്കും സ്നേഹിച്ചാൽ മാത്രമേ അതിന് സാധിക്കൂ. എപ്പോഴും സൗഹൃദമായി തോന്നണം. വിവാഹം കഴിഞ്ഞ ശേഷം ഭാര്യ ഭർത്താവ് എന്നീ റോളുകളിലേക്ക് മാറുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. 2 വ്യക്തികൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കാലും ബഹുമാനവും ഉണ്ടാകണമെന്നാണ് റോളുകൾ എനിക്ക് മനസ്സിലാകില്ല. ഒരു റിലേഷൻഷിപ്പിലും ബഹുമാനക്കുറവ് എനിക്ക് പറ്റില്ല. എളുപ്പത്തിൽ ബഹുമാനമില്ലായ്മ ബന്ധങ്ങളിൽ കാണിക്കുന്നതും വഴക്കും ഞാൻ കാണുന്നുണ്ട്. അടിസ്ഥാനപരമായ പ്രശ്നം നോക്കാതെ മൂവ് ഓൺ ചെയ്യുന്നു. ബഹുമാനമാണ് ഒരു റിലേഷൻഷിപ്പിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നതെന്നും അഹാന കൃഷ്ണ പറഞ്ഞു. സിനിമാട്ടോഗ്രാഫർ നിമിഷ് രവിയുമായി അഹാന പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകളുണ്ട്. കുടുംബത്തിലെ അടുത്ത വിവാഹം അഹാനയുടേതാകാനാണ് സാധ്യതയെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിലും സ്വകാര്യമായ ചില കാര്യങ്ങൾ അഹാന ബ്ലോഗുകളിലോ പോസ്റ്റുകളിലോ പങ്കുവയ്ക്കാറില്ല. നിമിഷ് രവി അഹാനയുടെ ബ്ലോഗുകളിലും കാണാറില്ല. അടിയാണ് അഹാന നായികയായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ഷൈം ടോം ചാക്കോ നായകനായ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അഹാനയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. തനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ കുറവാണെന്ന് അഹാന തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതേസമയം എത്ര കാത്തിരുന്നാലും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനാണ് തനിക്ക് താല്പര്യമെന്നും അഹാന വ്യക്തമാക്കിയിട്ടുണ്ട്.